ക്ഷീണം തോന്നിക്കുക, ദേഷ്യം വരിക, സങ്കടം വരിക. നോൺ വെജ് കഴിക്കാത്തവർ എന്ത് ചെയ്യും? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും മുട്ട മാത്രമല്ലേ? പക്ഷെ അല്ല, ഇതിനോടൊപ്പം തന്നെ ബ്രെയിൻ ഫോഗും കണ്ടുവരുന്നുണ്ട്. മെനപ്പോസൽ ആൻഡ് പ്രീ മെനപ്പോസൽ കാലത്ത് നമ്മൾ സ്ത്രീകൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മെനപ്പോസൽ ആൻഡ് പ്രീ മെനപ്പോസൽ കാലത്ത് നമ്മൾ സ്ത്രീകൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഹോട്ട് ഫ്ലഷസ്, അതായത് അമിതമായ ചൂടുണ്ടാവുക, ദേഷ്യം വരിക, സങ്കടം വരിക, അതുപോലെ തന്നെ വളരെ ക്ഷീണം തോന്നിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല, പക്ഷെ ക്ഷീണം, ഇതാണ് മിക്കവാറും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിനോടൊപ്പം തന്നെ ബ്രെയിൻ ഫോഗും കണ്ടുവരുന്നുണ്ട്. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്. ഇതെല്ലാം തരണം ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും പറ്റിയ ഒരു മാർഗമാണ് മാജിക് 25. ഈ മാജിക് 25 എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 25 ഗ്രാമിന് താഴെ മാത്രം ഷുഗറിന്റെ ഉപയോഗം നിലനിർത്തുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന ചായ അതുപോലത്തെയുള്ള സാധനങ്ങളിലും 25 ഗ്രാമിൽ കൂടുതൽ ഷുഗർ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അതായത് 25 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ എല്ലാ ഭക്ഷണത്തിന്റെ ഒപ്പവും കൂട്ടാൻ ശ്രദ്ധിക്കുക. ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ പോകുന്നത് നോൺ വെജ് കഴിക്കാത്തവർ എന്ത് ചെയ്യും? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും മുട്ട മാത്രമല്ലേ എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അല്ല, നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇറച്ചി മീനും മുട്ട കഴിക്കാം. അല്ലാതെ വെജിറ്റേറിയൻ ആയിരിക്കുന്നവർക്ക് ധാന്യവർഗ്ഗങ്ങളും ചെറുപയറ്, വൻപയറ്, കടല, മുതിര ഇതുപോലത്തെ ധാന്യങ്ങളും അതിനോടൊപ്പമുള്ള പരിപ്പുകളും നമ്മൾക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചാൽ പ്രോട്ടീന്റെ അളവ് നികത്തി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് 25 മിനിറ്റ് എങ്കിലും ഡെയിലി കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക. കാർഡിയോ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അനങ്ങുന്ന, നമ്മൾ വേർക്കുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടുതലായിട്ട് വരുന്ന ഏത് എക്സസൈസിനെയും, എറോബിക്സ് ആവാം, ഓട്ടമാകാം, സ്വിമ്മിങ് ആവാം, ഏത് എക്സസൈസിനെയും കാർഡിയോ എക്സസൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 25 മിനിറ്റ് എങ്കിലും മിനിമം ദിവസവും കാർഡിയോ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത്, നമ്മൾ ഈ എക്സസൈസ് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യണം. എങ്ങനെയാണെന്നല്ലേ? വെയിറ്റ് റെസിസ്റ്റന്റ് എക്സസൈസ് എന്ന് പറയും. അതായത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എഗൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ തരണം ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്താൽ നമ്മൾക്ക് അതിനെ വെയിറ്റ് റെസിസ്റ്റന്റ് എക്സസൈസ് എന്ന് പറയാൻ പറ്റും. അത് ചെയ്യുന്നത് സ്റ്റെപ്സ് കയറുന്നതാവാം, അല്ലെങ്കിൽ പുഷപ്സ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ നമ്മൾ നിവർന്നു നിന്ന് കൈകൾ കാലുകൾ പൊക്കുന്നതാവാം. ഇതുപോലത്തെ എഗൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ എക്സസൈസുകൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് മെനപ്പോസൽ സിംറ്റംസിൽ നിന്നും തരണം ചെയ്യാവുന്നതാണ്. നമ്മൾ നാലാമത്തെ പോയിന്റ് ആയിട്ട് ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 1 ലിറ്റർ വെള്ളം, അതായത് നമ്മുടെ വെയിറ്റ് എത്രയാണോ, ഇപ്പോഴൊരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക. ഇത് ഒരുമിച്ച് കുടിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കുറേശ്ശെ ആയിട്ട് 25 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 1 ലിറ്റർ എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻസ് വരുന്ന രീതിയിൽ നമ്മുടെ പാഷനോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഹോബികളോ അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ളതോ, നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും റിലാക്സ് ചെയ്ത് സംസാരിക്കുന്നതായിട്ടുള്ളതോ ആയി നമ്മുടെ പാഷൻസ് ഒന്ന് ഫോളോ ചെയ്യുക. അത് നമ്മളെ മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ഉന്മേഷവാന്മാരും ആക്കും, സന്തോഷവതികളാക്കും. അതും നമ്മുടെ മെനപ്പോസൽ സിംറ്റംസിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും. ഇതുപോലെയുള്ള മെനപ്പോസൽ സിംറ്റംസ് അല്ലെങ്കിൽ മാസമുറ, ആർത്തവ വിരാമം സംഭവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനും അത് എന്തൊക്കെയാണെന്ന് നോക്കാനും നമ്മൾക്ക് ഭാവിയിലുള്ള വീഡിയോസിൽ കാണാം. താങ്ക് യു.